ദ ജേർണലിസ്റ്റിലേക്ക് 15-ാം ദിനം പിന്നിടുന്ന ഈ യുദ്ധത്തിൽ ഇതുവരെ ഇസ്രായേലിന് ഒരു തിരിച്ചടിയും ഉണ്ടായിട്ടില്ലെന്നും ഇസ്രായേലിന് ഒരു കാലത്തും തിരിച്ചടി കിട്ടുകയില്ല എന്നുമൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അവരുടെ അറിവിലേക്കായി ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന ദേശീയ മാധ്യമം പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത ഞാൻ കാണിക്കാം. നോക്കുക അതിൻ്റെ തലക്കെട്ട്: ഡാമേജ് ഇൻ ടെലവീവ് ടു ഇൻജുവേർഡ് ഇൻ ഹോളോൺ, ഇസ്രായേൽ ഇൻ പാനിക്, ഇറാനിയൻ മിസൈൽസ് റെയിൻ ഹെൽ ഓൺ ഇസ്രായേൽ എന്നാണ് ഈ വാർത്തയുടെ തലക്കെട്ട്. അതായത് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിൽ തീ നരകം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലികൾ ഭയന്ന് വല്ലാത്തൊരവസ്ഥയിലാണ്, വലിയ പാനിക് സിറ്റുവേഷനാണ്. അവിടെ വ്യാപകമായ ആക്രമണങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. ഇസ്രായേലിൽ ഇരുന്നു കൊണ്ട് ഇവിടെ ഒരു കുഴപ്പവുമില്ലേ, ഞങ്ങൾ ആഘോഷത്തിലാണ് എന്ന് പറയുന്ന പല ആളുകളെയും ഇപ്പോൾ നമ്മൾ കാണുന്നില്ല. കാരണം അവിടെ വലിയ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇസ്രായേലിൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയത് എന്ന ചോദ്യമാണ് പ്രാഥമികമായി എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് അവിടെ പല വിധത്തിലുള്ള ആക്രമണങ്ങൾ നടന്നതിൻ്റെ അവശിഷ്ടങ്ങൾ, അതിൻ്റെ ശേഷമുള്ള ആഫ്റ്റർ എഫക്ട്സ് കാണിക്കുന്ന ഒരുപാട് വീഡിയോകൾ ഇപ്പോൾ അസോസിയേറ്റഡ് പ്രസ് അടക്കമുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ ഇസ്രായേലിലെ പ്രാദേശിക മാധ്യമങ്ങൾ വഴി ശേഖരിച്ച് പുറത്തേക്ക് വിടുന്നുണ്ട്. അതും വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ചില ഫോട്ടോസ് മാത്രമാണ്, ചില വീഡിയോസ് മാത്രമാണ് പുറത്തു വിടുന്നത്. അതായത് തന്ത്രപ്രധാനമായ മേഖലകളുടെ ദൃശ്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, സൈനിക കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങൾ എടുക്കാൻ കഴിയില്ല, പ്രധാനപ്പെട്ട ജനവാസ കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങളൊക്കെ ഇത്തരം പ്രധാനപ്പെട്ട പ്രദേശങ്ങൾക്ക് സമീപത്തുള്ള വലിയ സ്ഫോടനങ്ങൾ നടന്നതിൻ്റെ അവശേഷിപ്പുകളാണ് കാണിക്കുന്നത്. ഇപ്പോൾ നോക്കുക, നിരവധി കാറുകൾ തകർന്നു കിടക്കുന്നു, കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ തന്ത്രപ്രധാനമായ മേഖലകളല്ല കേട്ടോ. തന്ത്രപ്രധാനമായ മേഖലകളുടെ ദൃശ്യങ്ങൾ പുറത്തു വരുന്ന നിർദ്ദേശമുള്ളത് കൊണ്ട് അത് കിട്ടില്ല. പക്ഷേ അവിടങ്ങളിലൊക്കെ ആക്രമണം ഉണ്ടായിട്ടുണ്ടാകില്ലേ എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിൽ വലിയ തോതിലുള്ള പ്രഹരങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ അടക്കം ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതായത് ഒരു കുഴപ്പവും ഉണ്ടാകില്ല, ഇറാൻ ഒരിക്കലും ഞങ്ങളുടെ മേലേക്ക്, അതായത് ഇസ്രായേലിനുള്ളിലേക്ക് ശക്തമായ ആക്രമണങ്ങൾ നടത്തില്ല, ഞങ്ങളുടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വളരെ സുരക്ഷിതനായിരിക്കും, ഞങ്ങൾ അങ്ങോട്ട് ആക്രമിക്കുക മാത്രമേ നടക്കുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്ന ഇസ്രായേലിന് ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള വലിയ തിരിച്ചടികളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയും വലിയ കുരുക്കിലേക്ക് അകപ്പെട്ടിരിക്കുകയാണ്. ഈ വാളെടുത്തവൻ വാളാൽ എന്നൊക്കെ പറയുന്നത് പോലെ യുദ്ധം തുടങ്ങി വെച്ചവൻ ആ യുദ്ധത്താൽ തന്നെ തീരാൻ പോകുന്ന നിർണായകമായ സ്ഥിതിവിശേഷങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു രക്ഷയുമില്ലാത്ത ഗുരുതരമായ പ്രതിസന്ധിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. ഈ യുദ്ധം തുടർന്നു കൊണ്ടുപോയാൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അതിനേക്കാൾ വലിയ തോതിൽ തിരിച്ചടിക്കും. കാരണം ഇപ്പോൾ തന്നെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാനുള്ള ഒരു ട്രെൻഡുണ്ട്. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും ഇപ്പോൾ റിസർവ് എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതുകൂടി കഴിഞ്ഞാൽ എണ്ണ കിട്ടാത്ത സാഹചര്യങ്ങൾ വരും. അത് അമേരിക്കയും ഇസ്രായേലും അവരുടെ സഖ്യകക്ഷികളും അല്ലാത്ത രാജ്യങ്ങളെ ഉപദ്രവിക്കില്ല എന്ന് ഇറാൻ പറയുമ്പോൾ അമേരിക്കയും ഇസ്രായേലും അവരുടെ സഖ്യകക്ഷികളും കുടുങ്ങും എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെനസ്വല തങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് അവിടെ നിന്ന് യഥേഷ്ടം എണ്ണ കൊണ്ടുവരാമെന്നൊക്കെ അമേരിക്ക വിചാരിക്കുന്നുണ്ടാകും. പക്ഷേ ആ എണ്ണ വ്യാപാരം നടത്തി കിട്ടേണ്ട പണം അപ്പോൾ അമേരിക്കയ്ക്ക് നഷ്ടപ്പെടും. വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളാണ് അമേരിക്കയെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓഹരി വിപണിയിൽ വലിയ തകർച്ചയുണ്ടാകുന്നു. അറബ് രാജ്യങ്ങൾ അമേരിക്കയെ തള്ളിപ്പറയാനുള്ള സാധ്യതകൾ തെളിയുകയാണ്. അറബ് രാജ്യങ്ങളിലേക്ക് ഇപ്പോഴും ഇറാൻ ആക്രമണം നടത്തുന്നുണ്ട്. പക്ഷേ അത് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക്, അമേരിക്കൻ കമ്പനികൾക്ക് നേരെ ഇനി നടത്താൻ പോകുന്നത് അമേരിക്കയുടെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ. അപ്പോൾ ഇറാൻ പറയുന്നത്, എന്തിനാണ് നിങ്ങൾക്ക് അമേരിക്കയുടെ സഹായം? സ്വന്തം സൈനിക കേന്ദ്രങ്ങൾ പോലും ഞങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയാത്ത അമേരിക്ക പിന്നെ എങ്ങനെയാണ് ഈ ഗൾഫ് രാജ്യങ്ങളെ സംരക്ഷിക്കുന്നത്? ഇപ്പോൾ അറബ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ സംരക്ഷിക്കും. ആരിൽ നിന്ന്? ഇറാൻ അടക്കമുള്ള തീവ്രവാദ ശക്തികളിൽ നിന്നാണ് അമേരിക്ക പറയുന്നൊരു ന്യായം. പക്ഷേ ഈ ഗൾഫ് മേഖലയിൽ യുദ്ധങ്ങൾ നിരന്തരമായി ഉണ്ടാക്കിയിരുന്നത് ആരുടെ തന്ത്രമായിരുന്നു? നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, വിയറ്റ്നാം തുടങ്ങിയ യുദ്ധങ്ങളുടെയൊക്കെ പരിണത ഫലം എന്തായിരുന്നു? ആ യുദ്ധങ്ങൾക്ക് പിന്നിൽ ആരായിരുന്നു? അവരെ സ്പോൺസർ ചെയ്തത് ആരായിരുന്നു? ഇറാൻ യുദ്ധത്തിൽ ഇറാഖിന് പിന്തുണച്ചത് അമേരിക്കയായിരുന്നു. എല്ലാ യുദ്ധങ്ങളിലും അമേരിക്കയുടെ കുടിലതന്ത്രം ഉണ്ടായിരുന്നു. അതായത് മുട്ടനാടുകളെ തമ്മിലടുപ്പിച്ച് ചോര കൊടുക്കുന്ന ചെന്നായയുടെ റോളിലാണ് അമേരിക്ക പലപ്പോഴും ഈ പശ്ചിമേഷ്യയിൽ ഇടപെട്ടുകൊണ്ടിരുന്നത്. പലപ്പോഴും എന്നല്ല, എപ്പോഴും. ഇപ്പോൾ ഈ യുദ്ധത്തിലാണെങ്കിൽ പോലും ഇറാനെ
ഒറ്റപ്പെടുത്തി അറബ് രാജ്യങ്ങളെ കൊണ്ട് ഇറാനെതിരെ തിരിക്കാനാണ് ട്രംപ് ആദ്യം ശ്രമിച്ചത്. ആദ്യഘട്ടത്തിൽ ചില അറബ് രാജ്യങ്ങൾ ട്രംപിൻ്റെ ആ നീക്കത്തിൽ വീണുപോവുകയും ചെയ്തിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടാകും, ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു സംയുക്ത പ്രസ്താവന പുറത്തുവിട്ടിരുന്നു. അറബ് രാജ്യങ്ങൾ, ഒമാൻ ഒഴികെയുള്ള മറ്റ് അറബ് രാജ്യങ്ങളും അമേരിക്കയും ചേർന്നുകൊണ്ട് ഇറാനെതിരെ പുറത്തിറക്കിയ ഒരു സംയുക്ത പ്രസ്താവനയായിരുന്നു അത്. പക്ഷെ പിന്നീട് അറബ് രാജ്യങ്ങൾക്ക് മനസ്സിലായി അവിടുത്തെ ജനങ്ങൾ, അറബ് രാജ്യങ്ങളിലെ ജനങ്ങളടക്കം ഇറാൻ്റെ നിലപാടിനൊപ്പമാണ്. ശരിയല്ലേ? ഇറാനെ ആക്രമിക്കുന്നത് എന്ത് ന്യായമാണ് അമേരിക്കയ്ക്കുള്ളത്? ഇസ്രായേലിന് ഭീഷണിയാകുന്നു എന്ന് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ്റെ പരമാധികാരത്തിലേക്ക് കയറി ആക്രമിക്കുകയാണ് അമേരിക്ക ചെയ്തത്. അത് തെറ്റായി പോയി എന്ന് അമേരിക്ക ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം. ട്രംപിനിപ്പോൾ ആ ബോധം ചിലപ്പോൾ വന്നിട്ടുണ്ടാകാം. പക്ഷേ ഒരുപാട് വൈകിപ്പോയി. കാരണം ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക കുടുങ്ങാൻ പോവുകയാണ്. കാരണം ഹോർമുസ് കടലിടുക്കിലൂടെ മറ്റ് രാജ്യങ്ങളുടെ എണ്ണ കയറ്റി അയക്കാം, മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് പോകാം. അമേരിക്കയുമായി ബന്ധമുള്ള, അതായത് അമേരിക്കയിൽ നിന്ന് കയറ്റുമതി ചെയ്യുകയോ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയോ അമേരിക്കൻ കമ്പനികൾക്ക് വേണ്ടി പോവുകയോ ചെയ്യുന്ന ഒരൊറ്റ കപ്പലുകളും ഹോർമുസ് കടലിടുക്ക് വഴി പോകില്ല. ഇസ്രായേലിനും ഇത് തന്നെയാണ് അവസ്ഥ. ഇസ്രായേലിലേക്കുള്ള ചരക്കുകൾ, ഇസ്രായേലിൽ നിന്നുള്ള ചരക്കുകൾ, ഇസ്രായേലിലെ കമ്പനികളിലേക്കുള്ള, ഇസ്രായേലുമായി ബന്ധമുള്ള കമ്പനികൾ, കപ്പലുകൾ ഒന്നും ഹോർമുസ് കടലിടുക്കിലൂടെ പോകില്ല. പക്ഷേ മറ്റ് രാജ്യങ്ങൾക്ക് അതിലേ പോകാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുമായി ബന്ധമില്ലാത്ത കമ്പനികൾക്ക്, അമേരിക്കയുമായിട്ട് ഇല്ലാതെ മറ്റു രാജ്യങ്ങളിലൂടെ ബിസിനസ് നടത്തുന്ന കമ്പനികൾക്ക്, രാജ്യങ്ങൾക്ക് ഇത് അമേരിക്കയെ മറികടക്കാനുള്ളൊരു അവസരമായി, അല്ലെങ്കിൽ അമേരിക്കൻ സഖ്യകക്ഷികളുമായൊക്കെ വ്യാവസായികമായി, സാമ്പത്തികമായി ഒക്കെ മത്സരിക്കുന്ന രാജ്യങ്ങൾക്ക് വലിയ തോതിൽ മുന്നോട്ട് പോകാനുള്ള അവസരം ഉണ്ടാകുന്ന അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകും. അമേരിക്കൻ കമ്പനികൾക്ക് വലിയ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കയിലെ ജനങ്ങൾ സാമ്പത്തികമായി തകരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വലിയ തോതിൽ അമേരിക്കയ്ക്ക് അടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സകല മേഖലകളിലും ഇറാൻ. ഇപ്പം ഇറാനെ തകർക്കാൻ വേണ്ടി അമേരിക്ക ഉപയോഗിച്ച അതേ തന്ത്രം, അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. ഇറാനെ തകർക്കാൻ വേണ്ടി, സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി അമേരിക്ക ഉയർത്തിയ ഉപരോധം പോലെയുള്ള അതേ സംഭവങ്ങളാണ്, അതേ രീതിയിലുള്ള നീക്കങ്ങളാണ്. കണ്ണിന് കണ്ണ്, കൈക്ക് കൈ, പല്ലിന് പല്ല് എന്ന് പറയുന്നത് പോലെ അടിക്ക് അതേ തിരിച്ചടി എന്ന നിലയിൽ ശക്തമായിട്ട് അമേരിക്കയെ തകർക്കാനുള്ള നീക്കങ്ങൾ ഇറാൻ അതേ മാർഗത്തിലൂടെ തിരിച്ചു കൊടുക്കുകയാണ്. ഉപരോധം. അമേരിക്ക ഇറാനെ സാമ്പത്തികമായി ഉപരോധിക്കുന്നു, ഇറാനുമായി ബിസിനസ് നടത്തുന്നവരെ തകർക്കുമെന്ന് പറയുന്നു, ഇറാനുമായി കച്ചവടം നടത്തുന്ന രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ഇറാനെ സാമ്പത്തികമായി ഞെരുക്കിയാണ് അമേരിക്ക അവിടെ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. സമാനമായ രീതിയിൽ ഇറാൻ ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചുകൊണ്ട്, അതായത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മാത്രമായി അടച്ചുകൊണ്ട് ബാക്കി എല്ലാവർക്കും തുറന്നു കൊടുക്കുമ്പോൾ ഇതേ രീതിയിലുള്ള ഒരു സമ്മർദ്ദം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഉപരോധം തന്നെയാണ്, അല്ലെങ്കിൽ കടുത്ത തിരിച്ചടി തന്നെയാണ് അമേരിക്കയ്ക്ക് ഇറാൻ നൽകുന്നത്. അതിൻ്റെ ഭവിഷ്യത്ത് എത്രത്തോളം ഭീകരമാണ് എന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ നെട്ടോട്ടം ഓടുന്നത്. ഈ യുദ്ധത്തിൽ എവിടെയെങ്കിലും ട്രംപ് മറ്റ് രാജ്യങ്ങളുടെ സഹായം തേടുന്ന നമ്മൾ കണ്ടിരുന്നോ? അവർ തീരുമാനിക്കുന്നു, അതായത് ഇസ്രായേലും അമേരിക്കയും തീരുമാനിക്കുന്നു, നടപ്പാക്കുന്നു. ഇസ്രായേലും അമേരിക്കയും തീരുമാനിക്കുകയാണ് ഇറാനെ ആക്രമിക്കണം, ആക്രമിച്ചു. ബോംബിടണം, ബോംബിട്ടു. ഖാംനെയിയെ വധിക്കണം, വധിച്ചു. അന്നൊന്നും ലോകരാജ്യങ്ങളുമായി ഒരു ചർച്ചയും ഉണ്ടായിരുന്നില്ല. അറബ് രാജ്യങ്ങളുടെ കൺസേൺ കേട്ടിരുന്നില്ല. ആര് പറഞ്ഞാലും കേൾക്കാതെ ഞങ്ങൾ പറയുന്നത് മാത്രമേ നടക്കൂ എന്ന മട്ടിൽ അവർ പോയി. പക്ഷേ ഇപ്പോൾ തിരിച്ചടികൾ അതിശക്തമായി കഴിഞ്ഞപ്പോൾ ട്രംപിന് കിളി പോയി, അല്ലെങ്കിൽ ബോധോദയം ഉണ്ടായി. ട്രംപ് വളരെ പെട്ടെന്ന് മറ്റ് രാജ്യങ്ങളുമായിട്ടൊരു അലയൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുക, നിങ്ങളുടെ ഭീഷണിയാണ്, നിങ്ങൾക്ക് കൂടി ഇറാൻ ഭീഷണിയാണ്, അതുകൊണ്ട് ഞങ്ങൾ അവരെ തകർത്ത് തരാം, നിങ്ങളൊന്ന് കൂടെ നിൽക്കുക, നമുക്ക് ഒന്നിച്ച് സൈന്യമുണ്ടാക്കാമെന്ന് പറയുമ്പോൾ സകല രാജ്യങ്ങളും അമേരിക്കയെ കൈയൊഴുകിയാണ്. നിങ്ങളായിട്ടുണ്ടാക്കിയ പ്രശ്നമാണ്. ഇതുവരെ നാറ്റോ സഖ്യത്തിൽ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രിട്ടൻ പോലും അമേരിക്കയ്ക്കൊപ്പം നിന്നിട്ടില്ല, ഇറങ്ങിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനിയിപ്പോൾ ഹോർമുസ് കടലിടുക്ക് പിടിച്ചടക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. അവിടെ ചൈനയും റഷ്യയും ഒക്കെ ഇറാൻ്റെ കൂടെയുണ്ട്. ചൈനയും റഷ്യയും ഞങ്ങളുടെ നയതന്ത്ര പങ്കാളികളാണ് എന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി, അല്പസമയം പറഞ്ഞത്. അത് നയതന്ത്രപരമായി ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഞങ്ങൾ തമ്മിൽ അടുത്ത ബന്ധമാണുള്ളതെന്ന് പറയുമ്പോൾ ഈ യുദ്ധത്തിൽ ഇറാനെ സഹായിക്കാൻ ഹോർമുസ് കടലിടുക്കിൽ ചൈനീസ് കപ്പലുണ്ട്. അത് ഓൾറെഡി അവിടെ ഉണ്ട്. അത് കൂടുതൽ ശക്തമായി തന്നെ രംഗത്ത് വരും. അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകും. അതുകൊണ്ട് അമേരിക്ക ഓടുകയാണ്. അതേസമയം ഒരു വശത്ത് ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണ്. ഈ യുദ്ധത്തിൽ വിജയമെന്ന് പറയുന്നത് മരണസംഖ്യയല്ല, മറിച്ച് യുദ്ധലക്ഷ്യങ്ങൾ നേടുക എന്നതാണ്. അപ്പോൾ അവിടെ യുദ്ധലക്ഷ്യം നേടിയിട്ടില്ല അമേരിക്കയും ഇസ്രായേലും. അതേസമയം നെതന്യാഹുവിനെ ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് വധിക്കുമെന്ന് കൃത്യമായ ഭീഷണി നിരന്തരമായി IRGC മുഴക്കുമ്പോൾ
ആ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എന്ത് സംഭവിച്ചു എന്നറിയില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊരു രൂപവുമില്ല. ഇസ്രായേലിലെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെ, ഒരു തീ നരകത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനുള്ളിൽ വലിയ ആക്രമണങ്ങൾ നടക്കുന്നു എന്ന വിവരങ്ങൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ തിരിച്ചടി, വലിയ പ്രഹരം അമേരിക്കയ്ക്കും ഇസ്രായേലിനും കിട്ടുകയും തങ്ങളെ ഇത്രയും കാലം ഉപദ്രവിച്ചതിനൊക്കെയുള്ള കനത്ത ശിക്ഷ, ആയത്തുള്ള അലി ഖാംനിയെ വധിച്ചതിനടക്കമുള്ള കനത്ത ശിക്ഷ ഇറാൻ നടപ്പാക്കുക തന്നെയാണ് എന്നാണ് നമ്മളിപ്പോൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം. അത് കുറിക്ക് കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് സഹായം അഭ്യർത്ഥിച്ച് നെട്ടോട്ടമോടുന്ന ട്രംപിനെയാണ് 15-ാം ദിനം നമ്മൾ കാണുന്നത്.